ജൂലൈ 20 പാർലമെന്റ് സമ്മേളിക്കുന്ന ദിവസം ഞങ്ങൾ ഈ ജന്തർ മന്ദറിൽ തുടങ്ങിയ സമരമാണിത്. ജന്തർ മന്ദറിൽ ഇങ്ങനെയൊരു പ്രൊട്ടസ്റ്റ് ഞങ്ങൾ നടത്തുമെന്ന് ജോയിന്റ് വിമൻസ് കോർഡിനേഷൻ, നാഷണൽ തലത്തിലുള്ള സ്ത്രീകളുടെ സംഘടനകളുടെ ഒരു കോർഡിനേഷൻ ഞങ്ങളൊരു മാസക്കാലമായിട്ട് പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാഗമായി എല്ലാ സംഘടനകളും, നിരവധി സംഘടനകളുണ്ട്, എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റാണിത്. ഇത് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്, ഇന്ത്യയിലെ ഭാവി പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ഒരുപക്ഷെ ഞങ്ങളെപ്പോലെ പ്രായമുള്ളവർക്കൊന്നും ഇനി ഒരു സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ, ഈ ഒരു അവസരം ലഭിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് അത് നിരാശയില്ല. ഈ ഗവൺമെന്റ് ഇപ്പൊ തന്നെ 23 പാസ്സാക്കിയിട്ടുള്ള ആ നിയമം യാതൊരു കണ്ടീഷൻ, യാതൊരു വ്യവസ്ഥയുമില്ലാതെ, ഡീലിമിറ്റേഷൻ എന്നോ സെൻസസ് എന്നോ ഉള്ള ഒരു വ്യവസ്ഥയും വെക്കാതെ 33.13% റിസർവേഷൻ ഇവിടെ നടപ്പിലാക്കണം. അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം, അത് ഇപ്പം നടപ്പിലാക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റ് ചെയ്യുന്നത് അനീതിയാണ്. ഇന്ത്യൻ സ്ത്രീകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അന്യായമാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്നത്. ആദ്യം 2014 തന്നെ സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ ഗവൺമെന്റ് രണ്ടാമത് വന്നു, പാസ്സായില്ല. മൂന്നാമത് വന്നു, 2 കൊല്ലായി. ഇപ്പോഴും ഈ ആക്ട്, വിമൻസ് റിസർവേഷൻ എങ്ങനെ നടപ്പാക്കാതിരിക്കും എന്നാണ് അവരുടെ ആലോചന. അങ്ങനെ നടപ്പാക്കാൻ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ വ്യവസ്ഥയൊന്നും വെക്കുമായിരുന്നില്ല. എന്തുകൊണ്ടാണ് വോട്ടവകാശമുള്ള 50% സ്ത്രീകൾക്ക് പാർലമെന്റിലും നിയമസഭയിലും അവർ അവസരം കൊടുക്കാത്തത്? എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? രാഷ്ട്രീയ പാർട്ടികൾ അത് ചിന്തിക്കണം. സ്ത്രീകളോട് എന്തിനാണ് ഈ അവഗണന? അവരെന്തുകൊണ്ട് രണ്ടാം പൗരന്മാരായിട്ട് അവർ കണക്കാക്കുന്നു? ഇത് തിരുത്തണം, ഇത് തെറ്റാണ്. ഭരണഘടനയിൽ പറയുന്നതിനനുസരിച്ച് ചെയ്യാൻ ബാധ്യതയുള്ള ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഈ രാജ്യത്ത് സ്ത്രീകൾക്ക് വേണ്ടി നിയമം നിർമ്മിക്കുന്ന ഇടങ്ങളിൽ അവർക്കൊരു സ്പേസ് കൊടുക്കണം. ആ സ്പേസ് കൊടുക്കാൻ ഇന്ത്യയിലെ പുരുഷ മേധാവിത്വം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന്, ഞങ്ങൾ അർഹിക്കുന്നത് 50%. പക്ഷേ ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത് 1/3 മാത്രമാണ്. ആ 1/3 സംവരണമെങ്കിലും ഇന്ത്യക്കകത്ത് നടപ്പിലാക്കാൻ, എത്രയും പെട്ടെന്നത് നടപ്പിലാക്കുന്നതിന് രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റ്, ശ്രീ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് തയ്യാറാവണം. അതുകൊണ്ട് ഞങ്ങൾ ഇത് 6ാമത്തെ ദിവസമാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, യുവജനങ്ങളും കുട്ടികളും സമരം ചെയ്യുന്നത് പോലെയല്ല സ്ത്രീകൾ സമരം ചെയ്യുന്നത്. ഈ 6ാമത്തെ ദിവസം ഞങ്ങൾ ഇത്രയധികം സ്ത്രീകൾ ഇവിടെ വന്ന് സമരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം, ഞങ്ങൾ അനുഭവിക്കുന്ന വിഷമം എത്ര കണ്ടെന്ന് മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ത്യയിലെ സഹോദരന്മാരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ള ഒരേ ഒരു കാര്യം ഇതാണ്: ഞങ്ങൾക്ക് അർഹതപ്പെട്ടത്, ഇത് ഏതെങ്കിലും ഔദാര്യമല്ല, ഞങ്ങൾ അർഹതപ്പെട്ടതാണ്. ഈ അർഹതപ്പെട്ട ഞങ്ങളുടെ അവകാശം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അനുവദിച്ചു തരാൻ ഈ പാർലമെന്റ് സെഷനിൽ ആ ആക്ട് അതുപോലെ ഒരു നിബന്ധനകളുമില്ലാതെ, ഒരു വ്യവസ്ഥയും കൂടാതെ പാസ്സാക്കണം എന്നാണ് ഞങ്ങളുടെ ഈ സമരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.